നിങ്ങളൊരു വീട് പണിയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിയമവശങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് എന്ന് ഒന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും ഒരു ബിൽഡിംഗ് പെർമിറ്റിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇറ്റ്സ് മീ സുനീർ. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. നമ്മളൊരു വീട് പണിയുമ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് സെറ്റ് ബാക്ക് ആണ്. അതായത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ 4 കോർണറും അതുപോലെ തന്നെ നമ്മുടെ വസ്തുവും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. KPBR കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ 2019 പ്രകാരം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുൻവശത്ത് നിന്നും അതിരിലേക്ക് 3 മീറ്ററും അതുപോലെ തന്നെ പുറകുവശത്തു നിന്നും അതിരിലേക്ക് 1.5 മീറ്ററും ഇരുവശങ്ങളിലും ഓരോ മീറ്ററുമാണ് അകലം പാലിക്കാനുള്ളത്. ഇനി അതുപോലെ നമ്മൾ ഷെയ്ഡ് തള്ളി വാർക്കുകയാണെങ്കിൽ ഷെയ്ഡിൽ നിന്നും അതിരിലേക്ക് കുറഞ്ഞത് 60 സെൻറ്റിമീറ്റർ അകലം പാലിച്ചിരിക്കണം. ഇനി 2019 KPBR കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ ആക്ട് പ്രകാരമുള്ള മറ്റൊരു അപ്ഡേറ്റ് ആണ് റെയിൻ വാട്ടർ സ്റ്റോറേജ് അഥവാ മഴവെള്ള സംഭരണി. അതായത് നമ്മുടെ വീടിൻ്റെ റൂഫിൽ നിന്ന് വരുന്ന മഴവെള്ളം ഒരു PVC പൈപ്പ് വഴി കളക്ട് ചെയ്ത് ഒരു സ്റ്റോറേജ് സ്പേസിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ഒരു സംവിധാനമാണിത്. ഇതിന് അവർ കൃത്യമായ അളവുകൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് 1 മീറ്റർ സ്ക്വയറിന് 25 ലിറ്റർ വെള്ളം സ്റ്റോറേജ് ചെയ്യുന്ന സംവിധാനത്തിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലാണെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന് 2500 ലിറ്റർ വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന ഒരു മഴവെള്ള സംഭരണി നമ്മൾ തയ്യാറാക്കണം. ഇനി ഇത്തരത്തിൽ ടാങ്കുകൾ നിർമ്മിക്കുമ്പോൾ അതിൽ നിന്നും 1.2 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് കിണർ നിർമ്മാണം. ബിൽഡിങ്ങിൻ്റെ പെർമിഷനോടൊപ്പം തന്നെ കിണർ നിർമ്മിക്കുന്നതിനുള്ള പെർമിറ്റും നമ്മൾ മേടിക്കണം. അതുപോലെ കിണർ നിർമ്മിക്കുമ്പോൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അതിരിൽ നിന്നും 1.2 മീറ്റർ മാറിയിട്ട് വേണം കിണർ കുത്താൻ. അതുപോലെ കിണറിൽ നിന്നും 7.5 മീറ്റർ റേഡിയസിനുള്ളിൽ നമ്മുടെ സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ വേസ്റ്റ് പിറ്റോ ഇങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും വരാൻ പാടില്ല. അതുപോലെ കിണറിൻ്റെ സൈഡ് വാൾ കൈവരി കെട്ടുന്ന സമയത്ത് മിനിമം 1 മീറ്റർ ഹൈറ്റും ഉണ്ടായിരിക്കണം. 2019 ഈ ഒരു കെട്ടിട നിർമ്മാണ ചട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർമ്മിക്കുന്ന ഏതെങ്കിലും ഒരു കെട്ടിടത്തിന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ അത് പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ നിർദ്ദേശപ്രകാരം പിന്നീട് പൊളിച്ചു മാറ്റേണ്ടതായിട്ട് വരും. ഇനി 2019 മറ്റൊരു പ്രധാന അപ്ഡേറ്റാണ് കവറേജ്. ഇത് 65% കൂടാൻ പാടില്ല. കവറേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ പ്ലോട്ട് ഏരിയയിൽ നമ്മുടെ ബിൽഡിംഗ് എത്ര ശതമാനം കവർ ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ പെർസെൻറ്റേജ് ആണ്. 2019 കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വീട് നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ സംസാരിച്ചത്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഒരു വീട് നിർമ്മിക്കുമ്പോൾ പെർമിറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ രേഖകൾ ഹാജരാക്കണമെന്ന്. പ്രധാനമായും 5 രേഖകളാണ് ഒരു ബിൽഡിംഗ് പെർമിറ്റിന് ആവശ്യമായി വരിക. ഒന്നാമതായി ടാക്സ് റെസിപ്റ്റ് അഥവാ കരമടച്ച രസീത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് അവസാനമായി കരമടച്ച രസീത് തന്നെ നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട്. രണ്ടാമതായി പൊസിഷൻ സർട്ടിഫിക്കറ്റ് അഥവാ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. ഇത് വില്ലേജിൽ നിന്നാണ് ലഭിക്കുക. അക്ഷയ വഴി നമുക്ക് അത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് 1-2 ദിവസത്തിനകം തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ലഭിക്കും. മൂന്നാമതായി ലൊക്കേഷൻ സ്കെച്ച് ആൻഡ് പ്ലാൻ. ഇതും വില്ലേജിൽ നിന്നാണ് ലഭിക്കുക. നാലാമതായി നമ്മുടെ പ്രമാണത്തിൻ്റെ കോപ്പി. ഇത് നമ്മുടെ പ്ലാൻ ഹാജരാക്കുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനൽ കൂടി ഹാജരാക്കേണ്ടതായി വരും. അത് അവർ വെരിഫൈ ചെയ്തതിന് ശേഷം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് തിരിച്ചു തരും. ഇനി 5-മതായി 2019 റൂൾ പ്രകാരം തയ്യാറാക്കിയ നമ്മുടെ പ്രൊപ്പോസ്ഡ് ബിൽഡിങ്ങിൻ്റെ പ്ലാൻ. അതൊരു എഞ്ചിനീയർ സൈൻ ചെയ്തതായിരിക്കണം. അതുപോലെ 2019 കുറച്ച് കളർ കോഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം പാലിച്ചിട്ടുള്ള ഒരു ഡ്രോയിങ് വേണം പഞ്ചായത്തിൽ നമുക്ക് ഹാജരാക്കാൻ. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റിന് വേണ്ടി ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോമുമുണ്ട്. ഇത്തരം കാര്യങ്ങൾ എല്ലാം ഒരു ഫയലിലാക്കിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ പഞ്ചായത്തിൽ നിന്ന് ഓവർസിയറോ അല്ലെങ്കിൽ AEO അസിസ്റ്റൻ്റ് എഞ്ചിനീയറോ വന്ന് നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുകയും നമ്മൾ വരച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണെന്ന് അവർക്ക് മനസ്സിലായാൽ നമ്മൾ ഒരു നിശ്ചിത ഫീസ് പെർമിറ്റ് ഫീസായിട്ട് അടച്ചാൽ ഉടൻ തന്നെ നമുക്ക് പെർമിഷൻ ലഭിക്കുകയും ചെയ്യും.
കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിയമവശങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെർമിറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രേഖകൾ ഹാജരാക്കണമെന്നാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. എല്ലാവർക്കും അതിനെക്കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അതിവേഗം ലഭിക്കുവാനായി താഴെ കാണുന്ന ചുവന്ന കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും. വീണ്ടും മറ്റൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.